Kerala and Karnataka, the glow of purity. ലോകത്തിലെ ഏത് പ്രദേശത്തുള്ള മനുഷ്യരെ പോലെ തന്നെ കളിച്ച് ചിരിച്ച് പരാതിപ്പെട്ടു പരിഭവിച്ചു പ്രതിഷേധിച്ചു ഇതൊന്നും അറിയാതെ ഉറങ്ങിയും ഒക്കെ കഴിഞ്ഞുകൂടിയ നമുക്കിടയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യർ അപ്രതീക്ഷിതമായി അവസാനിച്ചു പോയ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ സാംസ്കാരിക പരിപാടികളും ആഘോഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഇവിടെ ഇബ്രാഹിം ബേബിൻ്റെ ഭാഷയിലെ ഈ ഒരു അനുസ്മരണം നമ്മൾ മാറ്റിവെക്കാതെ നടത്തി എന്നുള്ളത് സ്റ്റാലിയുടെ വിശദീകരിക്കുകയുണ്ടായി. കാരണം ഇതൊരു ആഘോഷമല്ല, ഇതൊരു ആർഭാടമല്ല, ഇത് പൊങ്ങച്ചമല്ല, ഇതൊരു പരസ്യമല്ല, ഇതൊരു വേലവിളിയല്ല, മറിച്ച് ഇത് ഈ പ്രദേശത്ത് മാത്രമല്ല, നേരത്തെ ഇവിടെ വിവരിച്ചതുപോലെ മാനവികതയുടെ ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ ഞാനും ഇടപെട്ട് നിരന്തരം എഴുതിയാലും തീരാത്ത മനുഷ്യപ്പറ്റിൻ്റെ ഒരു മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോപരമായി പങ്കുവച്ച മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, അധ്യാപകൻ, ഗവേഷകൻ, പ്രഭാഷകൻ, ചിന്തകൻ, മികച്ച അധ്യാപകന്മാർ, അതിനുള്ള സുഹൃത്ത് ബേബിൻ്റെ ഭാഷയുടെ അനുസ്മരണമാണ്. അതുകൊണ്ട് ആഘോഷങ്ങൾ മാറ്റിവെക്കപ്പെടേണ്ടതുണ്ട്. അതേസമയം അനുസ്മരണം എന്നുള്ളത് നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ അവസ്ഥയോട് വേറൊരു വിധത്തിൽ ചേർന്ന് നിൽക്കുന്നത് നമുക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ്. ഓർമ്മകൾ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒന്നുമല്ല എന്നാണ്, പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്നാണ്. മനുഷ്യനും ജന്തുവും തമ്മിലുള്ള വ്യത്യാസം സത്യത്തിൽ നിരവധി കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് നമുക്ക് സമർത്ഥിക്കാൻ പറ്റും. പക്ഷേ ഓർമ്മയാണ് എല്ലാം. നമ്മുടെ ചിന്ത, നമ്മുടെ ഭാവന, നമ്മുടെ സൗഹൃദം, നമ്മുടെ ആദർശം, ഇതെല്ലാം കണ്ടിയാക്കി പെറുക്കിയെടുക്കുക പ്രയാസമായി. അതുകൊണ്ട് ഓർമ്മകളുടെ ഇബ്രാഹിം ബേബിൻ്റെ ഭാഷയെ ഓർമ്മിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ മാത്രമല്ല ഓർമ്മിക്കുന്നത്, അദ്ദേഹം ഏത് തരത്തിലെ ഇടപെടലുകളാണ് നടത്തിയത്. ജീവിതം എന്ന് പറയുന്നതിന് ഇടപെടലില്ലാത്ത ഇടപെടലുകളാണ്. അത്തരത്തിലുള്ള ഏത് ഇടപെടലിൻ്റെ പേരിലാണ് നമ്മൾ ഒരാളെ ഓർമ്മിക്കുന്നത്? ഒരു മനുഷ്യൻ ഞാനോ നിങ്ങളോ നടത്തിയ എല്ലാ ഇടപെടലിൻ്റെയും പേരിൽ ഓർമ്മിക്കപ്പെടാൻ കഴിയുകയില്ല. എന്തിന്? നമ്മൾ നടത്തിയ എല്ലാ ഇടപെടലുകളുടെയും പേരിൽ നമുക്ക് തന്നെ നമ്മൾ ഓർമ്മിക്കാൻ പറ്റില്ല. മറിച്ച് ചില ഇടപെടലുകൾ, ആ ഇടപെടൽ നമ്മളിൽ തുടങ്ങിയതായിരിക്കും, പക്ഷെ നമ്മളിൽ അത് അവസാനിച്ചിട്ടുണ്ടാവില്ല. കുറച്ചുകൂടി ഒരു ഘോഷയാത്രയായിരിക്കും അത്. അതിന് തുടക്കം ഉണ്ടാവും, പക്ഷെ അതിനൊരു ഒടുക്കം ഉണ്ടാവില്ല. തുടക്കം ഉണ്ടാവുന്നു എന്ന് ഞാൻ പറയുന്നത് അതേതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയതാവാം, പക്ഷെ ഒടുക്കം ഉണ്ടാവില്ല എന്ന് പറയുന്നത് അത് ആ വ്യക്തിയിൽ അവസാനിക്കുന്നില്ല, ആ വ്യക്തിയുടെ ബന്ധുക്കളിലോ സുഹൃത്തുക്കളിലോ അവസാനിക്കുന്നില്ല, അതിപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ അവസാനിക്കുന്നില്ല, അതിനി പിറക്കാതിരിക്കുന്നവരെ കൂടി. അതുകൊണ്ട് ഒരു ഇടപെടൽ ഏറ്റവും ശ്രദ്ധേയമായി തീരുന്നത് ജീവിച്ചിരിക്കുന്നവരോട് വായിക്കുന്നവരോട് ഒരേ സമയം അതിന് സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. അവിടെയാണ് എഴുത്ത് എന്നുള്ളത്. നമ്മൾ സാധാരണ സാഹിത്യം എന്ന് പറയും, പക്ഷേ ഇന്ന്
സാഹിത്യം എന്നുള്ളതിനേക്കാൾ പൊതുവെ പരിഗണിക്കുന്നത് എഴുത്ത് എന്ന അനാർഭാടമായ ഒരു പ്രയോഗമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് എഴുത്തിനൊരു ലോകം, ആ ലോകത്ത് വ്യാപരിച്ച ഒരു വലിയ പ്രതിഭാശാലി, ആ പ്രതിഭാശാലിയെ കുറിച്ച് എന്നേക്കാൾ ഇവിടെ കൂടിയിരുന്ന ഉദ്ഘാടന പുസ്തകത്തിൽ, അതുപോലെ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ക്ഷേമത്തിൽ അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞ കാര്യം പോലും അതൊരു ഔചിത്യം കൊണ്ടാണ്. കാരണം നിരവധി പേർ സംസാരിക്കാനുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു ഗുണം എന്ന് പറയുന്നത് വളരെ ദൂരേന്ന് വരുന്ന ഒരു കക്ഷി ആയതുകൊണ്ടുള്ള ഒരു ആനുകൂല്യമാണ്. വളരെ ദൂരേന്ന് വരില്ലേ, അതുകൊണ്ട് ആ ആനുകൂല്യം ഞാൻ അതിനെ കാണുന്നത്, ഞാൻ ഈ ഓർമ്മയെ കാണുന്നത് മറ്റൊരു തരത്തിലാണ്. രവീന്ദ്രമാഷ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ, എല്ലാ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോഴും പറയുന്ന ഒരു പതിവ് കാര്യം അതിവിടെയും പറയാറില്ല. അത് മറ്റൊന്നുമല്ല, ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം മറ്റെല്ലാ പുസ്തകത്തിൻ്റെ പ്രകാശനം പോലെ ഇവിടെ ഒരാൾ അതിപ്പോൾ ഇവിടെ ഞാനായി എഴുതും ഭാരമുള്ളൊരു പണിയല്ല. ആ പുസ്തകം എടുക്കുക, വേറെ ഒരാൾക്കാണ്ട് കൊടുക്കുക, അത് ക്യാമറയ്ക്ക് പതിയും, പിന്നെ അത് ആളുകൾ കൈയടിച്ചിട്ട് പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കും. പക്ഷേ അവിടെ പുസ്തക പ്രകാശനം പൂർണ്ണമാവുന്നില്ല. പുസ്തക പ്രകാശനം പൂർണ്ണമാവണമെങ്കിൽ ആ പുസ്തകം ആളുകൾ സ്വന്തം പണം കൊടുത്ത് ചുരുങ്ങിയത് കോപ്പിയെങ്കിലും വാങ്ങിയ ശേഷം വായിക്കണം. വായിച്ചാൽ മാത്രം മതിയാവില്ല, വായിച്ചിട്ട് അതിലെത്ര വെളിച്ചമുണ്ട്. മലയാളത്തിൻ്റെ മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വളരെ പ്രശസ്തമായ പ്രയോഗം കടമെടുത്താൽ വെളിച്ചം തൂകിയിടുവോളം പൂജാസന്താന രാശി. വെളിച്ചമുള്ള ഏതൊരാശയം അതെവിടെ നിന്ന് വരുന്നു എന്നുള്ളത് അപ്രസക്തമാണ്, സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ വെളിച്ചമുണ്ടോ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ കൃതിയുടെ സൂക്ഷ്മമാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ പുസ്തകം ചുരുങ്ങിയ ഇവിടെ കൂടിയിരിക്കുന്നവർ ഒരു കോപ്പി വാങ്ങണം. ഒരു കോപ്പി വാങ്ങിയാൽ പോലെ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് ഇവിടെ സത്യത്തിൽ നമ്മളോടുള്ള സ്നേഹമായിട്ട് ആളുകൾ പൊതുവെ ചെയ്യുന്നത് ഈ ഷാൾ കണിക്കുകയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനേക്കാളും കുറെ കൂടി നന്നാവുക റഫറൻസ് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ഒരു പ്രദേശത്ത് വ്യക്തിയുടെ പുസ്തകം നമ്മൾ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ സമ്മാനം കിട്ടിയ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രത്യേകിച്ച് പ്രദേശത്ത് വളരെ സർഗസമ്പന്നനായ എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ ഒരു ട്രാൻസിൻ്റെ ഒരു പുസ്തകം കൊടുക്കും. അതൊരു സർഗാത്മക പ്രാദേശികതയുടെ ഭാഗമാണ്. ഒരുപക്ഷെ വളരെ അപകടകരമായ വിധം ഒരു മേൽക്കൊയ്മ ദേശീയത നമ്മുടെ മേൽ കെട്ടിവെക്കപ്പെടുന്ന ഒരു കാലത്ത് അതിനോടുള്ള ചെറുത്തിന് ഒരു ആവിഷ്കാരം എന്ന് പറയുന്നത് ഇബ്രാഹിം ബേബിയുടെ അനുസ്മരണത്തിന് അത്തരം ഒരു തലമുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഈ പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ വായിക്കാൻ ഇന്ന് കിട്ടിയതുകൊണ്ട്, ഇന്ന് തന്നെ ഒരു 11 മണിക്ക് ശേഷമാണ് പുസ്തകം എഴുതിയിരുന്നത് എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ, ഞാനിവിടെ പറഞ്ഞ വിമർശനാത്മകമായ അർത്ഥത്തിൽ എനിക്കത് വായിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാം വായനയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇതിലുള്ളൊരു മനുഷ്യപ്പറ്റാണ്. അത് വളരെ പ്രധാനമാണ്. നമ്മൾ സാധാരണ എല്ലാ മനുഷ്യരും അവരുടെ കുട്ടികളെ കുറിച്ച് സ്വപ്നം ഉണ്ടാവും. ആ സ്വപ്നം നല്ലതാണ്, അത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. അവരൊക്കെ വളരെ ഉന്നതമായ പദവിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിനെ നമുക്ക് ആക്ഷേപിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ മനുഷ്യപ്പറ്റുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു കോളത്തെ പറ്റി പറയുമ്പോൾ ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട്. സത്യത്തിൽ 18 കൊല്ലം ഒരു മനുഷ്യൻ കോള എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ കാര്യത്തിന് അദ്ദേഹത്തെ നമ്മൾ അഭിവാദ്യം ചെയ്യണം. വളരെ പ്രയാസകരമായ കാര്യമാണ്. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ എന്നോട് ഞാനും ഈ കോള എഴുതാൻ പലതരം നിർബന്ധങ്ങളുണ്ട്. ദേശാഭിമാനി വാരിക, വർത്തമാനം, മംഗളം, സുപ്രഭാതം, മാധ്യമം. ഇപ്പം ഞാൻ തുടരുന്ന ഏക കോളം 2 മാസമായിട്ട് എഴുതും. എത്ര മുന്നോട്ട് പോകുന്ന ഉറപ്പില്ല. ഓരോ ആഴ്ചകളുടെ കോളം കൊടുക്കേണ്ട ദിവസത്തുമ്പോൾ ഒരു പഴച്ചിലാണ്. അങ്ങനെ നോക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. എത്ര കൊല്ലം എനിക്ക് കൃത്യം അറിഞ്ഞില്ല.
അത് വേറെ തരത്തിലൊരു എഴുത്തായിരുന്നു. നമ്മൾ ബഹുസ്വരതയെ നമ്മൾ ആദരിക്കണം. അതായത് ഏതെങ്കിലും ഒരു മാതൃകയിൽ നമ്മൾ സ്തംഭിച്ചു പോകാൻ പാടില്ല. നമ്മൾ നിരവധി മാതൃകകളിലേക്ക് വിമോചിതമാകണം. നമുക്കൊക്കെ ഉള്ള എല്ലാ മനുഷ്യരുടെയും യാഥാസ്ഥിതിത്വം പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ മികച്ച മാതൃകയായിരിക്കും, പക്ഷെ നിരവധി മികച്ച മാതൃകകൾ ഉണ്ടാവും. അതുകൊണ്ട് നിരവധി മാതൃകകളിലേക്ക് നമ്മൾ വിമോചിതരാകണം. ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യം, പ്രകാശന വേളയിൽ സ്റ്റോക്ക് ഡയലോഗ് ഈ പുസ്തകം എല്ലാവരും വാങ്ങണം, വായിക്കണം. അതോടുകൂടി ഇതിൻ്റെ പ്രകാശനം പൂർണ്ണമാവും. അതുകൊണ്ട് ഇതിൻ്റെ പ്രാഥമിക പ്രകാശനം നടത്തിയ ഒരാളെന്ന നിലക്ക് എനിക്ക് ഈ പ്രബുദ്ധ സദസ്സിനോട് അപേക്ഷിക്കാനുള്ളത്, ഇതിൻ്റെ പൂർണ്ണ പ്രകാശനം സാധ്യമാക്കാനുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കണമെന്നാണ്. അതാണ് ആദ്യത്തെ അപേക്ഷ. രണ്ടാമത്തേത് തീർച്ചയായിട്ടും സ്കാനിയൊക്കെ എന്നോട് പറയുകയുണ്ടായി. പുസ്തകത്തെക്കുറിച്ചും നേരത്തെ ഇവിടെ സന്തോഷ് മാഷ് പറയുകയുണ്ടായി, മറ്റു പലരും അത് പങ്കുവെക്കും. അതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ചല്ല, നമ്മളിത് ജീവിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ആണ് കഴിഞ്ഞ കുറച്ച് നേരം സംസാരിക്കുന്നത് എന്നത് എന്നോട് പറയുകയുണ്ടായി. അതുപോലെ ശരിയാണ്. കാരണം ഏത് അനുസ്മരണമോ ആ പേരിന് അർത്ഥമാവുന്നത് നാം ജീവിക്കുന്ന കാലത്തിന് അഭിമുഖമായിരിക്കുമ്പോൾ മാത്രം. പലരും തെറ്റിദ്ധരിക്കുന്നത് അനുസ്മരണം എന്നത് ഭൂതകാലത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണെന്നാണ്. അല്ല, അത് വർത്തമാനത്തെയും ഭാവിയെയും ഭൂതവുമായി ബന്ധിപ്പിക്കുന്ന, ഭൂതത്തിൻ്റെ സാധ്യതകളോട് വർത്തമാനത്തിൻ്റെ സത്യതയും ഭാവിയുടെ സ്വപ്നത്തെയും സമന്വയിക്കുന്ന ഏറ്റവും വലിയൊരു സർഗാത്മക പ്രവർത്തനമാണ് സത്യം. മരിച്ചവർ നമ്മുടെ പ്രശംസകൾ അവരെ ആവശ്യപ്പെടുന്നത്, അവർക്കതിൻ്റെ ആവശ്യമില്ല. പ്രശംസകൾ വേണ്ടത്, സ്തുതികൾ വേണ്ടത്, നല്ല വാക്കുകൾ കേൾക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ്. മരിച്ചവർ മറ്റൊരു ലോകത്ത്. പക്ഷെ നമ്മൾ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരാൾ ജീവിച്ചിരിക്കുന്നത് വരെ അയാളെക്കുറിച്ച് ഒരു രണ്ട് നല്ല വാക്ക് പറയാൻ നമുക്ക് വലിയ മടിയായിരിക്കും. അക്കാര്യത്തിൽ നമ്മൾ വളരെ പിശുക്കണം. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ദൂർത്തരാണ്. വൈലോപ്പിള്ളി അടിയില്ലാഞ്ഞിട്ട് എന്ന പേരിൽ ഒരു കവിതയിലൂടെ ഇതിനെ നിർദ്ദയം പരിഹരിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നതാണ് ഒരു പാവപ്പെട്ട ഒരാളും തിരിഞ്ഞു നോക്കിയില്ല, രോഗിയായി കിടന്നു, ആരും ചെന്ന് നോക്കിയില്ല. അയാൾ വളരെ പ്രയാസപ്പെട്ടു. ഒരു മരിച്ചപ്പോൾ എല്ലാവരും കൂടി ഓടിയെത്തി, ചിലർ മാവ് വെട്ടുന്നു, ചിലർ വേലിയിലെത്തുന്നു, ചിലർ ചിത കൂട്ടുന്നു. അവസാനം എല്ലാ കർമ്മങ്ങളും ചെയ്ത് ചിലയിലേക്ക് എടുക്കേണ്ട ഒരു സമയം വന്നപ്പോൾ ഈ കരക്കാരൻ, ഈ ചടങ്ങുകൾ ചെയ്യുന്ന ആള് ചോദിച്ചു, ഇത്തിരി ഉണക്കലരി വേണം, അവസാനത്തെ കർമ്മമാണ്. അപ്പം കരച്ചിനിടയിൽ ആ കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് അപ്പോൾ വിധവയായി തീർന്ന അയാളുടെ പങ്കാളി പറഞ്ഞു അത്രേ, അരിയുണ്ടെന്നാൽ അങ്ങോട്ട് അന്തരിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞു അത്രേ. വൈലോപ്പിള്ളി കൃത്യമായിട്ട് ചടങ്ങിനല്ല, മറിച്ച് അദ്ദേഹം വിമർശന വിധേയമാക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അവഗണിക്കുക, മരിച്ചു കഴിഞ്ഞാൽ മാത്രം പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ. അത് ഒരല്പം കടുത്ത പ്രയോഗമാവാം, ഒരുതരം നെക്രോഫിലിക് മാനസികാവസ്ഥയാണ്. മറിച്ച് നമ്മൾ അനുസ്മരണത്തെ തിരിച്ചു പിടിക്കേണ്ടത്. അതായത് ഇന്ന് അനുസ്മരണം എന്ന് പറയുന്നത് ഭൂതകാലത്തെ സംബന്ധിക്കുന്ന ഒന്നായി പരിമിതപ്പെടുമ്പോൾ അതിനെ നമുക്ക് ഭാവിയുമായി വർത്തമാനവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റണം. അങ്ങനെയാണ് അനുസ്മരണങ്ങളെ തിരിച്ചു പിടിക്കേണ്ടത്. ദേവിന്ദഭാഷ പതിവ് അനുസ്മരണങ്ങളെ തിരിച്ചു പിടിക്കേണ്ട ഒരു സന്ദർഭമാണ്. കാരണം മാഷ് എഴുതിയത്, മാഷ് പറഞ്ഞത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിക്കുകയായി, മാനവികതയുടെയും മതനിരപേക്ഷതയുടെയും പക്ഷത്തു നിന്നുകൊണ്ടാണ് അദ്ദേഹം എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. സാഹിത്യകൃതികളുടെ ഒരു പ്രത്യേകത, സാഹിത്യകൃതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എഴുതുന്ന ആളുടെ രാഷ്ട്രീയം ചിലപ്പോൾ വലതുപക്ഷമായിരിക്കും, പക്ഷേ അയാളുടെ എഴുത്ത് ജനായത്ത മതനിരപേക്ഷ മാനവിക പക്ഷത്തായിരിക്കും. പക്ഷെ എഴുത്ത് ചിലപ്പോൾ അങ്ങനെ ആവുന്നില്ല. അവിടെയാണ് എഴുത്തിൻ്റെ ഒരു സങ്കീർണത എന്ന് നമ്മൾ പറയുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആവുന്നില്ല. ഇതൊരു തത്വമല്ല, മറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ നമ്മളെ ഒറ്റിക്കൊടുക്കും. നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ വാക്കുകൾ എന്നെ ഒറ്റിക്കൊടുക്കും. കാരണം
അത് ജനായത്തപരമാവില്ല ഇപ്പം ഞാൻ പറയുന്നത്, മതനിരപേക്ഷമാവില്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കാര്യം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് അനുസ്മരണങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അതൊരൊറ്റ വാചകത്തിൽ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ചുരുക്കി പറയാനുള്ള പരിമിതി ഈ പറച്ചിലിനുമുണ്ട്. ആ പറച്ചിൽ ഇതാണ്: വോട്ട് തോറ്റാൽ സെക്കുലറിസത്തിൽ തോൽക്കാൻ പാടില്ല ഒരു ജനത ഒരിക്കലും. എങ്കിലവർ ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ ജീവിതം ആഘോഷിക്കും. ഞാൻ ആവർത്തിക്കുന്നു, എല്ലാ ചുരുക്കി പറയലിനും അതിൻ്റെ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെ മനസ്സിൽ ഉൾക്കൊള്ളത്തെ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നത്തെ വീണ്ടുകേറിയ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വിശദമായി വിവരിക്കേണ്ട, വ്യാഖ്യാനിക്കേണ്ട, വിസ്തരിച്ച് കഥയായും കവിതയായും നോവലായും നാടകമായും സംവാദമായും ഒക്കെ നമുക്കിടയിൽ അവതരിപ്പിക്കേണ്ട അതിബൃഹത്തായ ഒരു ആശയത്തെ ഒരു ചെറിയ വാക്യത്തിൽ ഗുളികപ്രായത്തിൽ ക്യാപ്സ്യൂളാക്കി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഈ അനുസ്മരണത്തെ വീണ്ടെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ ആലോചനയ്ക്ക് വേണ്ടി വോട്ടിൽ തോറ്റാലും സെക്കുലറിസത്തിൽ മതനിരപേക്ഷതയിൽ ഒരു ജനസമൂഹം ഒരിക്കലും തോറ്റുപോകാൻ പാടില്ല. ഞങ്ങൾ പലതിലും തോറ്റു കൊടുക്കും, പക്ഷേ ഇതിൽ ഞങ്ങൾ പിന്നെ ജീവിതം വരണ്ട് സ്നേഹത്തിൻ്റെ വിത്ത് മുളക്കില്ല, സൗഹൃദത്തിൻ്റെ വിത്ത് മുളക്കില്ല, ഒന്നും മുളക്കില്ല. അതുകൊണ്ട് വിശ്വാസ നഷ്ടമാണ് മനുഷ്യർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം. അതായത് ഇപ്പം ഞാനോ നിങ്ങളോ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കത് ഉത്കണ്ഠയില്ല. എന്താ ഉത്കണ്ഠയില്ലാത്തത്? നമ്മൾ അവിടുത്തെ എല്ലാ ഭക്ഷണവും കൃത്യം പരിശോധിച്ച് അതിലൊരു കുഴപ്പമില്ലാന്ന് ഉറപ്പാക്കിയിട്ടൊന്നല്ല. അതിന് ഫെയ്ത്താണ്, അതിന് വിശ്വാസമാണ്. ഒരാൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമ്പോൾ അതിലെ എല്ലാ പ്രദേശത്തേക്കുമായി വിപുലപ്പെടുത്തുക എന്ന ഭാരിച്ച ദൗത്യം ജനായത്ത കാഴ്ചപ്പാട് പുലർത്തുന്ന മുഴുവൻ മനുഷ്യർക്കും ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വേലിഞ്ച മാഷയെ അനുസ്മരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഞാൻ ചൂണ്ടിക്കാണിച്ചു, അനുസ്മരണം എന്നത് സ്വന്തം കാലത്തിന് അഭിമുഖമാകലാണ്. നമ്മൾ ജീവിക്കുന്ന കാലത്തോട് സംവദിക്കലാണ്, അതിനോട് സംഭാഷണം നടത്തലാണ്. അങ്ങനെ സംഭാഷണം നടത്തുമ്പോൾ ഏത് മതത്തിൽപ്പെട്ടവരും ഏത് പാർട്ടിയിൽപ്പെട്ടവരും ആർക്ക് വോട്ട് ചെയ്യുന്നവരും അവർക്കൊക്കെ സൗഹൃദത്തോടെ സ്നേഹത്തോടെ ജീവിക്കണമെന്ന ഒരു കാഴ്ചപ്പാട് ഉള്ളിലുണ്ടാവും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിൽ ഒരിടത്ത് പറയുന്നുണ്ടല്ലോ, അവിശ്വാസമില്ല. അങ്ങനെ അവിശ്വാസം ഇല്ലാതിരിക്കുന്നത് എത്രയോ കാലത്ത് ഇടപെടലില്ലാത്ത ഇടപെടൽ കൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു സൗഹൃദത്തിൻ്റെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം പെട്ടെന്ന് ഇത്തരൊരു മാനസികാവസ്ഥ ഉണ്ടായതല്ല. വലിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരൊരു മാനസികാവസ്ഥ ഉണ്ടായത്. ഈ വിശ്വാസം തകർക്കാൻ ഇപ്പോൾ ഹോട്ടലിലൊക്കെ മുമ്പിൽ ഞാനൊരു ചെറിയ കുറിപ്പ് എഴുതിയിരുന്നു. അതിൻ്റെ തലക്കെട്ട് ഉണ്ടപ്പൊരിയും ഇട്ടതുകൊണ്ടാണ്. അതായത് ഹോട്ടലിലൊക്കെ മുമ്പിൽ ബോർഡ് എഴുതി വെക്കുക, ഇങ്ങനെയാണ് മുമ്പ് ഉണ്ടപ്പൊരി 5 രൂപ. അങ്ങനെ ആ ഹോട്ടലിലുള്ള പലഹാരത്തിൻ്റെ പേരാണ് എഴുതി വെക്കുക. ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ പറയുന്നത് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും ഒക്കെ അവിടുത്തെ സർക്കാർ പറയുന്നത് അവിടുത്തെ ഉടമയുടെ പേരും ജീവനക്കാരുടെ പേരും എഴുതി വെക്കണമെന്നാണ്. ഇതാണ് കള്ളനാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവളാണ് സൈനബ. ഒരു ദിവസം മണ്ടൻ മുത്തപ്പ കാണുന്നത് സൈനബ തർക്കത്തിൻ്റെ ഉള്ളിൽ എവിടുന്നോ കിട്ടിയ വാഴക്കൊലയായിട്ട് വരുന്നതാണ്. അപ്പോൾ സൈനബ മണ്ടൻ മുത്തപ്പയെ കാണുമ്പോൾ വലിയൊരു വിജയിക ചിരിയിച്ചു. കാരണം മണ്ടമുത്തപ്പ കള്ളനാണല്ലോ, തൻ്റെ പ്രണയിനിയുമാണ്, അതുകൊണ്ട് ഇതിനെ അഭിനന്ദിക്കുമെന്നാണ് സൈനബ വിചാരിച്ചത്. പക്ഷെ മണ്ടമുത്തപ്പ പറഞ്ഞത് അത് വേണ്ടായിരുന്നു സൈനബ എന്നാണ്. മണ്ടമുത്തപ്പ കള്ളൻ തന്നെയാണ്, അതായത് തൽക്കാലം നിർത്തും തോന്നില്ല. പക്ഷേ അയാളുടെ പ്രിയപ്പെട്ടവർ കൂടി ആ പണി ഏറ്റെടുക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം സഹിക്കുന്നതല്ല. അതുകൊണ്ട് ഫാസിസ്റ്റ് അനുകൂല കാഴ്ചപ്പാട് പുലർത്തുന്നവരും സത്യത്തിൽ ഈ പറഞ്ഞ കൊലവിളിയുടെ, ഭിന്നിപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ ഒക്കെ അവസ്ഥകളുമായിട്ട് പൊരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല. കാരണം അതിനെ പൊരുത്തപ്പെടാൻ ജീവിതം അവർ തീരുമാനിച്ചിട്ടില്ല.
ആരും അവരോട് പ്രത്യേകിച്ച് ഇങ്ങനെ പെരുമാറാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. എന്നിട്ടും അവർ പെരുവഴിയിൽ വെച്ചൊരു സ്ത്രീ പ്രസവവേദന കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ ആരുടെയും പ്രത്യേക ആഹ്വാനമില്ലാതെ, മതജാതി പരിഗണനകളില്ലാതെ, രാഷ്ട്രീയ പരിഗണനകളില്ലാതെ അവരെ എടുത്ത് ആരാധനാലയത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്ത്രീകൾ പല പാർട്ടിയിൽപ്പെട്ടവരും ഉണ്ടാവും, ഒരു പാർട്ടിയിൽ പെടാത്തവരും ഉണ്ടാവും. അവിടെ പാർട്ടി പ്രശ്നമില്ല, മുൻകൂട്ടിയുള്ള ആലോചന പ്രശ്നമില്ല. ഇനി നൂർജഹാൻ ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം ഗണേശന് പേര് കൊടുക്കുമ്പോൾ അവർക്കും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇത് സൂചിപ്പിക്കുന്നത് മുഹമ്മദ് ഷെയ്ഖ് ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ആദ്യ വിക്കറ്റ് വീണു എന്ന് പറയുകയും അതിന് സ്റ്റേറ്റിന്റെ പിന്തുണ കിട്ടുകയും മുഹമ്മദ് അബ്ദുല്ലാഹിന്റെ കൊലയും ഇതുപോലുള്ള ആൾക്കൂട്ട കൊലകളും ഒരേ ഇന്ത്യയിൽ സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. സ്റ്റേറ്റ് ഏതൊരു സ്റ്റേറ്റാണോ സെക്യുലറിസം സംരക്ഷിക്കേണ്ടത്, ആ സ്റ്റേറ്റ് സെക്യുലറിസത്തെ തകർക്കുകയും എന്നാൽ അതിനെതിരെ ഒരു ജനത പ്രത്യേകിച്ചൊരു മുൻകരുതലുമില്ല. അവിടെയാണ് നമ്മളിപ്പം മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകളൊക്കെ വളരെ ബോധപൂർവം തീരുമാനം എടുത്തിട്ട് ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ മൂല്യമുണ്ട് സത്യത്തിൽ, പ്രത്യേകിച്ച് മുൻകൂർ തീരുമാനമെടുക്കാതെ. മാത്രമല്ല, ഇതിനൊരു മഹാസന്ദേശമുണ്ട്. ആ സന്ദേശം ഞാൻ രണ്ടാമത്തെ ഒരു സംഭവമായിട്ട്, അത് പശ്ചിമ ബംഗാളിൽ 2018 മാർച്ച് മാസത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. കൽക്കത്ത കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിലെ ഏറ്റവും തിരക്കുള്ള പട്ടണം വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഇടതുങ്ങി പാർക്കുന്ന തകർത്തു. അതായത് അതിന് മുമ്പൊക്കെ കൊലകൾ നടന്നിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയ ചുവടുവെപ്പ് നടക്കുകയാണ്. അത് മതനിരപേക്ഷതയുടെ ഒരു മൂല്യവും നിലനിൽക്കാൻ സമ്മതിക്കില്ല എന്ന പിന്മടക്കമില്ലാത്തൊരു തീരുമാനം ഇന്ത്യൻ ഫാസിസ്റ്റുകൾ നടപ്പിലാക്കുന്നു. എന്നിട്ട് ഫേസ്ബുക്കിൽ ആദ്യ വിക്കറ്റ് വീണു. ആ പ്രയോഗമുള്ള ശ്രദ്ധേയമാണ്. ആദ്യ വിക്കറ്റ് വീണു. ഈ കൊല ആഘോഷിക്കുകയാണ്. ഈ കൊല ഇവിടെ അവസാനിക്കില്ല, ഇത് തുടക്കമാണ്. ഇത് 2014 നടന്നതാണ്. തൊട്ട് ഒരു കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ 2015 മുഹമ്മദ് അബ്ദുല്ലാഹി സോഷ്യൽ മീഡിയയിൽ കാണുന്ന രംഗങ്ങൾ, നമ്മൾ ഇന്നലെ കണ്ടൊരു രംഗമുണ്ട്. അഭിഷേക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മൃതദേഹം കണ്ടപ്പോൾ വാവിട്ട് കരയുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അത് എൻ്റെ പെങ്ങളല്ല, എൻ്റെ പെങ്ങളുടെ മുഖം ഇങ്ങനെ ആയിരുന്നില്ല എന്ന് വാവിട്ട് അട്ടഹസിച്ച് കരയുന്ന ഒരു രംഗം നമ്മുടെ ഹൃദയത്തെയൊക്കെ മാറ്റിയിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എഴുതാത്ത പുസ്തകങ്ങൾ വായിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയോട് പറഞ്ഞ 1-2 കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ വയനാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ആ കുട്ടി വാവിട്ട് കരയുമ്പോൾ അതിനെ മാറോട് ചേർത്തുകൊണ്ട് അതിനെ സമാധാനിപ്പിച്ചത് ഒരു മറിയുമ്മ എന്ന് പറയുന്ന ഒരു ഉമ്മയാണ്. ഇവിടെയാണ് നഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കും. അത് മാത്രമല്ല, മനുഷ്യരോട് മാത്രമല്ല, ജന്തുക്കളോട് കൂടി, നമ്മുടെ കൂടെ പിറപ്പുകൾ എന്ന പോലെ കാണുന്ന, നമുക്ക് അതും കൂടി നമ്മുടെ പത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിച്ചു. അവരുടെ ജീവിത മാർഗമായിരുന്ന പശുക്കളെ കെട്ടിക്കൊണ്ടാണ് ഇവർ ക്യാമ്പുകളിൽ ഇവർ എത്തിയത്. പക്ഷെ ആ ക്യാമ്പുകളിൽ നിന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ പാറ്റിലെത്തിയിരുന്ന അകിട് വേദനിപ്പിച്ചു പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അകിടിൽ നിന്ന് പാലിനെ ചുരുത്തിക്കളഞ്ഞുകൊണ്ട് അതിന് ആശ്വാസം പകരുവാൻ വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും അവരുടെ ആ സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് പറയുമ്പോൾ ആ വ്യക്തി ഒരു വാക്ക് അവിടെ പറഞ്ഞിരുന്നു. കാരണം എൻ്റെയും ഹൃദയത്തിൻ്റെ അയൽക്കാരനായിരുന്ന വിവിധ ഭാഷയുടെ ഗീത സ്മരണയ്ക്ക് മുന്നിൽ എൻ്റെ പ്രണാമം. ഞാൻ വിളിക്കുമ്പോൾ പലവട്ടം മാഷ് കടന്നു പോകും. കാരണം മാഷയ്ക്ക് ഒടുവിൽ ഒരു
ചടങ്ങിലൂടെ വന്നിട്ട് ആ പ്രസംഗം ഫംഗ്ഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് പെട്ടെന്ന് അശാന്തനായി അസ്വസ്ഥനായി ഇറങ്ങിപ്പോയ ദൃശ്യം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അനേക തവണ മാഷൊക്കെ സംസാരിച്ചിട്ടുണ്ട്, വേദിയിൽ വയ്ക്കുന്നുണ്ട്. കാരണം രോഗാതുരമായ അവസ്ഥയിൽ അദ്ദേഹത്തിന് വലിയ പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങിപ്പോയത്. പോകുമ്പോഴത്തേക്കും ഏറ്റതായി തീരുന്നത് മാഷ് ആ കവിതയെ വളരെ ഭംഗിയായി അവലോകനം ചെയ്തൊക്കെ എനിക്ക് വളരെ ഓർമ്മ വരികയാണ്. അങ്ങനെ ഞങ്ങളുടെ സാഹിത്യ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഊർജ്ജം തന്ന മാഷാണ്. പിന്നീട് സാഹിത്യവേദിയിൽ ഉബൈദ് മാഷെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത് ഉബൈദിന്റെ കവിതാലോകം എന്ന് പറയുന്ന തരത്തിൽ ചന്ദ്രികയിൽ തുടർച്ചയായി എഴുതിയ ആ ലേഖനങ്ങളെല്ലാം ഞാൻ ലോക്കൽ ലൈബ്രറിയിൽ നിന്ന് കെട്ടോടെ വാങ്ങിയിട്ട് ലേഖനം ചെയ്യുന്ന സമയത്ത് വാങ്ങിയിട്ട് അതിന്റെ ആ പേജുകൾ മാത്രം മുറിച്ചെടുത്ത് ഒരു പുസ്തകമാക്കിയിരുന്നു ഞാൻ എനിക്ക് വായിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഞാൻ ഉബൈദ് മാഷെ കുറിച്ച് അറിയുന്നത്. ഒരുപാട് സമയത്ത് ഞാൻ കാസർഗോഡ് വന്നപ്പോൾ അന്ന് എഴുത്ത് മാഷ അധ്യാപകനായിരുന്നു. അങ്ങനെ ഹിന്ദി എഴുതുന്നതുകൊണ്ട് മാത്രം എനിക്ക് മലയാളം ക്ലാസ് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ മാഷ ക്ലാസ്സുകൾ പുറത്തുനിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ വീട്ടിൽ മാഗസിനുകളൊക്കെ ഇറക്കുന്ന സമയത്ത് മാഷ് അത് വളരെ ശ്രദ്ധിക്കുകയും ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും അതിലെ കവിതകളെയും കഥകളെയും ഒക്കെ കുറിച്ച് രണ്ടാമത്തെ എഡിഷൻ അതിൻ്റെ പിന്നീട് വരുന്ന ലേഖനങ്ങളിൽ അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുവാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് അന്ന് വിജയലക്ഷ്മി എന്ന മാഷിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഞാൻ എന്താ പറയേണ്ടത് എന്നാലോചിച്ചു. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പഠനകാലത്ത് ഞങ്ങളൊക്കെ കുറിച്ചു കൊടുക്കുന്ന തോന്നാക്ഷരങ്ങളെ നേം ചാത്തിക്കൊണ്ട് അത് വിവിധ മാഷ് തിരിച്ചു തരുമായിരുന്നു. അത്തരം നല്ല ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ തിരയേറ്റു. ഓർമ്മകൾ നമ്മെ നിരന്തരം പുതുക്കിപ്പണിയേണ്ടതുണ്ട് എന്ന് കീഴിൽ പറഞ്ഞു. തീർച്ചയായും കാസർഗോഡിൻ്റെ സാംസ്കാരിക രംഗത്ത് അറിയപ്പെടാത്ത സ്ഥലങ്ങളിൽ തൻ്റേതായ ഇരിപ്പിടങ്ങളെത്തിയ ഈ സമൂഹത്തിന് മുൻപേ നിർമ്മിക്കാൻ ആഗ്രഹിക്കുക ഇബ്രാഹിം ഭാഷയുടെ ഓർമ്മകൾ മുമ്പിൽ ശിരസ്സു നമിച്ചുകൊണ്ട് നല്ല വാക്കുകൾ ലഭിക്കുന്നു. എഴുന്നേൽക്കാൻ താല്പര്യമില്ലാതെ കാത്തിരിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയാണ് നമുക്ക് ഇബ്രാഹിം മാഷയുടെ അംഗീകാരത്തിൽ പറയാൻ സാധിക്കുന്നത്. അദ്ദേഹം നിരന്തരം കാലത്തോട് കലഹിച്ചുകൊണ്ടേയിരുന്ന ഒരാളാണ്. വ്യത്യസ്തമായി ചിന്തിച്ച ഒരാൾ. വയനാട്ടിൽ പ്രളയം വന്നപ്പോൾ, ഉരുൾപൊട്ടൽ വന്നപ്പോൾ ആ നാട്ടിലെ പുഴ വഴി മാറി ഒഴുകി. സ്ഥിരമായി പോകുന്ന വഴിയിലല്ല ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കാസർഗോഡിൻ്റെ ഭൂമിയിൽ ഇബ്രാഹിം മാഷ് വഴി മാറി ഒഴുകിയ ഒരു പുഴയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ പഠിച്ചിട്ട് എന്ത് നേടാൻ എന്ന് നമ്മെ നോക്കി ചോദിച്ചിരുന്ന സമൂഹം. ആ സമൂഹത്തിൽ ഇങ്ങനെയും ജീവിക്കാം എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരാളായിരുന്നു ഇബ്രാഹിം മാഷ്. അദ്ദേഹത്തിൻ്റെ അനുഭവിച്ചത് ഒരുപാട് സന്തോഷം, ദുഃഖമുണ്ട്. അതിലൊരു ദുഃഖം ഏറ്റവും ചുരുക്കി പറയാം. ഒരു ദുഃഖം വ്യത്യസ്തനായി ചിന്തിച്ചിട്ടും സമൂഹത്തിന് വേണ്ടി ചിന്തിച്ചിട്ടും കലഹിച്ചിട്ടുമൊക്കെ അദ്ദേഹത്തെ ചിലരെങ്കിലും പ്രത്യേക സമുദായത്തിൻ്റെ എഴുത്തുകാരനായി ചുരുക്കി കാണിക്കാൻ ശ്രമിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ദുഃഖമായിരുന്നു. എല്ലാ കാലത്തും പലപ്പോഴും ഞാനുമായി അദ്ദേഹം സംസാരിക്കുമ്പോഴും പരമായിട്ടുള്ള പക്ഷേ അദ്ദേഹം ഷെയർ ചെയ്യുന്നതാണ് ആ വേദന. പക്ഷെ ഭാഷ അടുത്തറിയുന്ന ഒരാൾക്കും അദ്ദേഹം കേവലം ഒരു പ്രത്യേക
മാപ്പിള എഴുത്തുകാരനാണ് എന്ന് ആർക്കും തോന്നിയിട്ടില്ല, ഉണ്ടാവില്ല. ഡോക്ടർ സന്തോഷ് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർതിരിഞ്ഞ ചിന്താശൈലിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഒറിജിനൽ വേറെയുണ്ട്, അതിൻ്റെ ഒരു പ്രിൻ്റാണ് ഞാൻ അവർക്ക് കൊണ്ടുവരാൻ നൽകിയത്. പിന്നെ ഏതൊരു അവസരത്തിൽ അതിനെ ഒറിജിനലായിട്ട് അവർക്ക് നൽകുന്നതായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹവും നൽകുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവർ മാഷിൻ്റെ കുടുംബാംഗങ്ങൾ, ഈ പുസ്തകത്തിൻ്റെ കവർ ചിത്രമായിട്ടും ഇലസ്ട്രേഷനായിട്ടും കുറച്ച് ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. മുമ്പും മാഷിൻ്റെ ചില സൃഷ്ടികൾക്ക് പലപ്പോഴായിട്ട് ഇലസ്ട്രേഷൻ ചെയ്തിരുന്നു, എങ്കിലും ആദ്യമായിട്ടാണ് ഒരു കവർ ചിത്രം നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പം അതിന് എനിക്ക് അവസരം തന്നത് നമ്മുടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള അബ്ബാസ്, അതുപോലെ ശിഹാബ് മൊയ്തീൻ, സന്തോഷ് തലയ, ഇങ്ങനെ വലിയൊരു സുഹൃത്തുക്കളെയാണ്. ഞാൻ സംസാരിച്ചതിന് ശേഷം ഒരു അഭിമുഖത്തായി തോന്നുന്നതുകൊണ്ട് ഞാൻ ഇബ്രാഹിം മാഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വളരെ നന്ന് ചെറുപ്പത്തിൽ തന്നെ പരിചയമുള്ള ഒരു വ്യക്തിയായി. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കാറുണ്ടായിരുന്നു. നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് പങ്കെടുക്കാൻ പറ്റിയത് ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടിരുന്നു. ചൂട്ടിയുടെ ആവശ്യമില്ലെന്ന് തോന്നില്ല, അതുകൊണ്ട് ഞാൻ പ്രസംഗത്തിൽ പറയുന്നില്ല. എല്ലാ തരത്തിലും എല്ലാ പറയുന്നത് കല്യാണത്തിൻ്റെ പ്രവേശിക്കുന്ന പ്രവർത്തനശീലിക്കാവുന്ന ഒരു വേദി ഇപ്പോൾ സദസ്സും സാധ്യമാണ്. ഇങ്ങനെയുള്ള ഒരു അനുസ്മരണ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു പുസ്തക പ്രകാശനം ഇത്രയും എന്താ പറയുന്നത് ഒരു സമ്പന്നമായ ഒരു സഹൃദയ കൂട്ടായ്മയോട് ധന്യമാകുക എന്നത് ഒരു അത്യപൂർവമായ ഒരു സംഭവമാണ്. അത് മഹത്താവിൻ്റെ പരിപാടിക്ക് രൂപ നൽകുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ള അതിന് ഇതിൻ്റെ സംഘാടകരുടെ പോരായ്മയെ അതിൻ്റെ സാധിക്കാനായിട്ടുള്ള സ്റ്റാലിനെയും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരെയൊക്കെ ഞാൻ അനുകൂലത്താൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. മറ്റൊന്ന് എന്നെക്കുറിച്ച് അത്രയ്ക്ക് എൻ്റെ പപ്പ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഈ പുസ്തകം പുറംലോകം കാണുക എന്നുള്ളത്. അത് അദ്ദേഹം മരിച്ചിട്ട് 1 വർഷം പൂർത്തിയാവുന്ന ഈ ദിവസം സാക്ഷാത്കരിക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, രാവും പകലും പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിമിഷമാണ് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ തികച്ചും ആരോഗ്യവാനായ എൻ്റെ പപ്പയെ എനിക്ക് തിരിച്ചു കെട്ടിയ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായത്. ഞങ്ങളുടെ ഓർമ്മകളുടെ പുഴയോരത്തേക്ക് പപ്പയുടെ കൈയും പിടിച്ച് എത്തിയ ഒരു മനസ്സുഖം എനിക്ക് അനുഭവിക്കാൻ പറ്റി. പിന്നെ നിങ്ങളുടെ വിലയേറിയ സമയത്തിൻ്റെ ഒരു ഭാഗം പപ്പയെ അനുസ്മരിക്കാനും പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനും ഇവിടെ എത്തിയതിലും ചിലവഴിച്ചതിലും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഖുർആനിന്റെ സൗന്ദര്യശാസ്ത്രം ഒരു പക്ഷെ പൂർണ്ണമായി പപ്പ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഒരു പക്ഷേ മനുഷ്യകുലത്തിന് തന്നെ വലിയൊരു തീരാ നഷ്ടമായി ബാക്കി നിൽക്കുന്നു. അങ്ങനെ ഒരു കൃതി അപൂർണമാക്കി വെച്ചുകൊണ്ടാണ് പപ്പ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത്. അവസാനത്തെ ഒരു മണ്ണൊരുട്ടി ആ മുഖത്തോട് ചേർക്കുമ്പോൾ എന്റെ മനസ്സൊന്ന് ഇടറിയില്ലേ എന്ന് ഞാൻ വല്ലാതെ ശക്തിച്ചു പോയിട്ടുണ്ട്. പക്ഷെ കുടുംബത്തെ കൈവിടാതെ എന്റെ തലയിൽ ഞാൻ കൊണ്ടു നടക്കുന്നതിന് മാത്രം നിങ്ങൾ ആലോചിച്ചുകൊണ്ട്
ഇപ്പോൾ പറയുന്നു. സന്നിധമായാണ് ഞാൻ കടന്നു വന്നത്. പക്ഷേ ഒരു മകനെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്നെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് മാഷയും ഞങ്ങളോട് പറഞ്ഞത്. ഒരുപക്ഷെ ഞങ്ങളുമായിട്ടുള്ള ആത്മബോധം ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായത് ഞാനും മാഷും സാഹിത്യ വിദ്യാർത്ഥികളായിരുന്നു എന്നതാണ്. ലീവിൽ വരുന്ന സമയങ്ങളെല്ലാം അദ്ദേഹം ആരോഗ്യം അനുഭവിക്കുന്ന രീതിയിൽ ശരീരത്തിനെ കുറിച്ചും മനസ്സുകാരിയെ കുറിച്ചും അതുപോലെ തന്നെ വർഗീയ വോട്ടിനെ കുറിച്ചും ഒക്കെ സജീവമായ ചർച്ചകൾ ഞങ്ങൾ നടത്തിയിരുന്നു. മാഷ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞപ്പോൾ ഫാദറിലോ എന്നതിലുപരി ഒരു അച്ഛന്റെ സ്ഥാനത്ത് ഒരു വ്യക്തി എന്നതിലുപരി വളരെ തീക്ഷ്ണമായ അഭിപ്രായ ഭിന്നതകൾ വെച്ചു പുലർത്തിയിരുന്നെങ്കിൽ ദൃഢമായ ഒരു ബന്ധം നിലനിർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നഷ്ടമായത്. മാഷിനെ ഞാൻ സൂക്ഷ്മമായി വീക്ഷിച്ചിട്ടുണ്ട്. മാഷിന്റെ കൃതികൾ ഒരു നല്ല രീതിയിൽ ഗഹനമായി ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ബഷീർ മുസ്ലിം ആണെന്ന് തോന്നുന്നു. മാഷിന്റെ മനസ്സിൽ വളരെ ചെറുതാണെങ്കിലും ഒരു ചെറിയ പകർച്ച മാഷിനുണ്ടാക്കി കൊടുത്ത ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ബഷീർ മുസ്ലിമാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കോഴിക്കോട് ആ ഒരു പരിപാടി നടന്നു. അതുമായി ബന്ധപ്പെട്ട് ചെറിയ തോതിലെങ്കിലും ആ ടൈറ്റിലുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ വന്നപ്പോൾ ഞാൻ മാഷിനോട് പറഞ്ഞിട്ടുണ്ട്. കാളിദാസനും കാലത്തിന്റെ ദാസനും എന്ന ലേഖനം ഞാൻ എപ്പോഴും വായിച്ചത് അപ്പം ഞാൻ ഓർക്കുന്നു. നിങ്ങളും ആ ഒരു ചുറ്റുപാടിൽ നിന്ന് കണ്ടുകൊണ്ടാണ് ബഷീറിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ മുസ്ലിം എന്ന ഐഡന്റിറ്റിയെ കുറിച്ചും ഒരർത്ഥത്തിലുള്ള ഒരു ഹെഡിങ്, ഒരു തലക്കെട്ട് അതിന് കൊടുക്കാൻ നിയുക്തനായത്. അതിന് ഒരു പ്രയാസവും വേണ്ട. എനിക്ക് പരിചയമില്ല. പക്ഷേ ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അതുപോലെ പ്രിയപ്പെട്ട സദസ്യരെ, അധ്യാപകനായും ചിന്തകനായും നിരൂപകനായും സാഹിത്യകാരനായും എഴുത്തുകാരനുമായൊക്കെ നമ്മുടെ കാസർഗോഡിന്റെ മണ്ണിൽ ജീവിച്ച് കഴിഞ്ഞ വർഷം നമ്മോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട ഇബ്രാഹിം ബേബിഞ്ച മാഷിന്റെ വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും അദ്ദേഹം നടന്നു വന്ന ജീവിത പന്ഥാവിൽ കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് എഴുതി വെച്ച ആ അനുഭവങ്ങളും ഓർമ്മകളും കാസർഗോഡിന്റെ ചരിത്രവും ഒക്കെ തന്റെ പ്രവർത്തകരുമായ അദ്ദേഹത്തിന്റെ ഓരോ ആളുകളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടാണെങ്കിലും വളരെ നിഷ്കളങ്കമായ ഒരു സ്വഭാവത്തോടെ കണിശമായ ഓരോ കാര്യങ്ങളിലും വളരെ കണിശമായി കണിശത പുലർത്തിക്കൊണ്ട് എഴുത്തിന്റെ വഴിയിൽ അദ്ദേഹത്തിൻ്റെതായ പാതയിൽ മുന്നേറിക്കൊണ്ടിരുന്ന ആ മഹൽ വ്യക്തിയുടെ ആ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം തന്നെ സമകാലീന സമ്പന്ന രീതിയിൽ ഒരു പുസ്തക രൂപത്തിലാക്കി മാറ്റുക എന്നുള്ളത്, ആ ആഗ്രഹം അദ്ദേഹത്തിന്റെ ആ അവസാന ഘട്ടത്തിൽ അസുഖബാധിതനായി കഴിയുമ്പോഴുള്ള ആ ആഗ്രഹം കോലായി ഏറ്റെടുക്കുകയും അത് നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം മരിച്ച് ഒരു വർഷമാകുന്ന ആ സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പുസ്തക രൂപത്തിലാക്കി നമ്മുടെയൊക്കെ മുമ്പിൽ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. കാണാൻ പോയി. അന്ന് ഞങ്ങൾക്ക് തീരെ വയ്യാത്ത പാർക്കിൻസൺസ് രോഗം പിടിച്ചിരിക്കുന്നു. പിന്നെ ശിവയോടെ അന്നിട്ടുള്ളത് ഞങ്ങളോട് സംസാരിച്ചു. ആ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൽ എൻ്റെ ആശംസകളുണ്ടായിരുന്നു. നന്ദിയുണ്ട്. പ്രവാസികളായ ഞങ്ങൾക്ക് ഇത്തരം പരിപാടികളൊന്നും പങ്കെടുക്കാൻ സാധിക്കാറില്ല. ഇബ്രാഹിം മാഷിനെ കുറിച്ച് പറയുമ്പോൾ ഖത്തർ KMCC വർഷങ്ങളായി
നൽകിയിരുന്ന ഈ ഉബൈദ് അവാർഡ് ആദ്യം മുതലേ അർഹനായ നമ്മൾ കൊടുത്ത വ്യക്തിത്വമാണ് ഇബ്രാഹിം ജയ്സൺ. അതിനുശേഷമാണ് കാസർഗോഡ് പല വ്യക്തിത്വങ്ങൾക്കും സൈറാബാദ്, ഡോക്ടർ ബെല്ലാരി, അതുപോലെ റഹ്മാൻ താരങ്ങളെ പോലുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ 7 വർഷം കൂടുമ്പോൾ കൊടുക്കുന്ന അവാർഡാണ്. അത് ആദ്യം ജനങ്ങളെ തന്നെ കൊടുത്ത വ്യക്തിയാണ് ഇബ്രാഹിം ജയ്സൺ. ഏതായാലും ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിനും സമിതി സാധിച്ചതിനും വരായി എന്ന സംഘടനയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്കായി ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സദസ്സിലുള്ള പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങൾ, നമുക്കറിയാം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഇബ്രാഹിം കെ ഒരു വർഷം നമ്മൾ ഓർമ്മകൾ കൊണ്ട് ധന്യമാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വേദി ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മൾ ഈ വേദിയിലൂടെ ഇബ്രാഹിം വിജയ് അവരുടെ ഓർമ്മയുടെ പുഴയോരം എന്ന പുസ്തകം പ്രകാശനത്തിലൂടെ നമ്മൾ അനുസ്മരിച്ചു. ഒരു വർഷത്തിന് ശേഷം വീണ്ടും നമുക്ക് പുതിയ ഒരു പുസ്തകത്തിൻ്റെ ഓർമ്മകൾ, എല്ലാവരുടെയും ഓർമ്മകൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം വിശദീകരിച്ചു തന്നു. അദ്ദേഹം വളരെ ദൂരത്തു നിന്ന് വരുന്നതാണ്. തീർച്ചയായും അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തത് വളരെ ധന്യമാക്കപ്പെട്ട നിമിഷമാണ്. അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഞാൻ ഇവിടെ കൊലയുടെ പേരിൽ രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട എന്നെ നേരിക്കുന്ന അവர்களാണ്. നമുക്കറിയാം PT മുഹമ്മദ് ബഷീർ നമ്മുടെ ഈ ദുരന്ത മുഖത്തായിപ്പോൾ നമ്മളെല്ലാവരും വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്നത്. ഈ വേളയിൽ നമുക്ക് പറഞ്ഞ പോലെ ഈ അനുസ്മരണവും അതിൻ്റെ ഒരു ഭാഗമാണ്. അവർക്ക് ആ ദുരന്ത മുഖത്തുള്ളവർക്കുള്ള ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ പരിപാടി നമ്മൾ തുടങ്ങി. അതുകൂടാതെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത എന്നെ നയിക്കുന്ന ETയുടെ അഭാവത്തിൽ ഉദ്ഘാടനം ചെയ്ത എന്നെ നയിക്കുന്ന അവർക്കും ഞാൻ കോലയുടെ പേരിൽ അംഗം കൂടിയാണ്. ഇത് ഈ ദിവസം തന്നെ ഓഗസ്റ്റ് 3-ാം തീയതി തന്നെ പ്രകാശനം ചെയ്യണമെന്ന് നമ്മൾ എത്രയോ മാസം മുമ്പ് നമ്മൾ ആഗ്രഹിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം, ഓർമ്മയുടെ പുഴയോരം എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ബാല്യം മുതൽ അദ്ദേഹത്തിൻ്റെ പഠനകാലം, യൗവനം, അതൊക്കെ ആ മണ്ണിൽ അലിഞ്ഞു ചേർന്ന അനുഭവ കഥകൾ ഹൃദയത്തിൽ നിന്ന് ഇട്ടിട്ട് വീണ ആ ഓർമ്മ പുസ്തകം എല്ലാവരും വാങ്ങുമെന്നും അത് വായിക്കുമെന്നും ഉള്ള പ്രത്യാശയുണ്ട്. ഇതിൻ്റെ ഈ ഓർമ്മ പുസ്തകത്തിൻ്റെ പ്രകാശനം, ഈ അനുസ്മരണം സംഘടിപ്പിച്ചത് കോലായിയാണ്. കോലായിയുടെ എല്ലാ പ്രവർത്തകരും ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന് ഈ പുസ്തകം പ്രകാശനം ചെയ്യാനെത്തിയ നമ്മുടെ വാഗ്മിയും എഴുത്തുകാരനുമായ KN കുഞ്ഞായ്മത് വളരെ മൂല്യവത്തായ ഗഹനമായ പ്രഭാഷണത്തിലൂടെ പോലുള്ള നമ്മുടെ മുഖ്യധാര പ്രാസംഗികന്മാരുടെ പ്രസംഗം എല്ലാവർക്കും നമസ്കാരം. സംഗീത ഉപകരണങ്ങളോട്
അകമ്പടികളില്ലാതെ ഒരു ഗാനത്തിൻ്റെ സ്വരങ്ങൾ ശബ്ദവിജികൾ കൊണ്ടും താളം കൈകൾ കൊട്ടിയും മറ്റും ഒരു ഗാനം അതിൻ്റെ പൂർണ്ണതയിൽ ആക്കുവാൻ സംഗീത ഉപകരണങ്ങൾ ഇല്ലാതെ ചിട്ടപ്പെടുത്തി മനോഹരമായ ഒരു ഹാർമണി സൃഷ്ടിച്ചുകൊണ്ട് ആലപിക്കുന്ന രീതിയാണ് അക്കപ്പല്ല. ഈ രീതിയിൽ ഇറ്റാലിയിലാണ് ആദ്യമായി ഒരു ഗാനം ചിട്ടപ്പെടുത്തി ആലപിച്ചത്. കോട്ടയം ജില്ലാ പോലീസിൽ ജോലി ചെയ്യുന്ന സംഗീത സംവിധായകനും ഗായകനുമായ സബ് ഇൻസ്പെക്ടർ ജോയ് PA വരികൾ എഴുതി സംഗീതം നൽകി കോട്ടയം ജില്ലാ പോലീസിലെ സേനാംഗങ്ങൾ ആലപിച്ച് മനോഹരമായ സംഗീതത്തിലെ ഒരു വ്യത്യസ്തമായ ഈ രീതി നിങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നു. വെയിലിലും മഴയിലും എല്ലാ പ്രതിസന്ധികളിലും പരിഭവമോ പരാതികളോ ഇല്ലാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷകരായി കാവൽ നിൽക്കുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കും ഇത് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ജോലി ചെയ്യുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കുമായി ഈ സംഗീത ശില്പം സമർപ്പിക്കുന്നു. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. സ്നേഹഗീതം ഗീതം ഗീതം. గపగపగరి సపదని మదని మదని సవాగరి సనిసా నిసా నిసా. പരിഭവമൊന്നും ഇല്ലാതെ ഞങ്ങൾ നേരിന്റെ നിറവിൽ നിൽക്കൂ. പരിസരമൊന്നും നോക്കാതെ ഞങ്ങൾ കാവലായി കരുതലായി നിൽക്കൂ. വേദനകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ പരിമിതികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ മൃദുഭാവേ ദൃഢകൃത്യേ മൃദുഭാവേ ദൃഢകൃത്യേ നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. സ്നേഹഗീതം ഗീതം ഗീതം. Na na na
ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും